അൻവിന്റെ സൈഡിൽ നിന്നോ അൻവിന്റെ കമ്പനി എന്തിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ₹1 ഞാൻ എന്റെ കൈകൊണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് എന്റെ ബാങ്ക് അക്കൗണ്ട്സ് മൊത്തം ഞാൻ തരാം. എല്ലാം വഴിയെ പോകുന്ന വള്ളിയല്ല ഈ പാവത്തിന്റെ തലയിലോട്ടാണല്ലോ ഡിലീറ്റ് ചെയ്യും. എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയണം, എന്റെ സോഷ്യൽ മീഡിയ ₹1 ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അൻവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. പക്ഷെ ഈ കണ്ടന്റ് ഇട്ട് എല്ലാരും തെളിയിക്കണം ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ. തെളിയിക്കാം. ഈ കോണ്ടന്റ് ഇട്ട കുറച്ച് ആൾക്കാർ എന്റെ ഇട്ട കോണ്ടന്റ് ഇട്ട ഇവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുടെ എല്ലാം വീട്ടിൽ ഞാൻ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് പൊക്കോളാം. മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യും. അത് എനിക്ക് വേറെ എനിക്കിത് എന്നെ ഇത് നല്ല രീതിയിൽ അഫക്ട് ചെയ്ത് എന്നെ ഇത് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ അഫക്ട് ചെയ്ത് ഈ ഇന്നലെ 6 മണി തൊട്ട് എന്നെ കുറച്ച് പേര് ഫോൺ വിളിച്ചും കുറച്ച് പേര് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയും എന്റെയും എന്റെ വൈഫിന്റെയും എന്റെ കസിൻസിന്റെ എല്ലാ അക്കൗണ്ടിൽ വന്ന് ഇതാക്കി എന്റെ സ്ക്രീൻഷോട്ട്സും ഇതും എല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്കുണ്ടായ മെന്റൽ ഹറാസ്മെന്റിന് ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കും. ഇതിപ്പോ ഈഗിളിന്റെ ആ പോഡ്കാസ്റ്റ് വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അൻവിൻ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഭയങ്കര റീച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. ആ ടൈമിൽ പല ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈഗിൾ ഗെയിമിംഗ് വിളിക്കുന്നത് തന്നെ. എന്നിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. ഈഗിൾ വിളിച്ചെന്ന് പറഞ്ഞാണ് പ്രശ്നം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ നല്ല റീച്ച് കിട്ടിയോണ്ട് ഈഗിൾ വിചാരിച്ച് അനുവിനെ വിളിച്ച് അതിന്റെ തിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ നല്ല കാര്യം കിട്ടും എന്നുള്ള ചിന്തയിലാണ് ചെയ്തത്. അല്ലാതെ വേറെ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ ക്ലോത്തിങ് ബ്രാൻഡിന്റെ കാര്യം അത് അവർ രണ്ടുപേരും പാർട്ണർഷിപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ചതുള്ളൂ. അത് മൊത്തം എല്ലാം കഴിഞ്ഞില്ല. അതിന് മുമ്പേ നിങ്ങളൊക്കെ അടിച്ചിറക്കി ഈഗിൾ തെറ്റ് ചെയ്തു എന്നൊക്കെ. അൻവിന്റെ കാര്യം സ്കാമിന്റെ കാര്യം ഒന്നും മൊത്തത്തിൽ നമുക്ക് അറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ ഡോക്ടർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ആള് പറഞ്ഞ് പുറത്ത് വരുന്നതേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട്. അതെല്ലാം കഴിയാൻ പോകുന്നുള്ളൂ. അതിലിപ്പോ ഈഗിൾ ഗെയിമിംഗ് ഇതിന്റെ തൊണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ പാർട്ണർഷിപ്പ് അങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് ഈഗിൾ ഗെയിമിംഗ് ഇതിനകത്ത് തെറ്റുകാരനാണ് ആൾക്കാർ മൊത്തം അടിച്ചിറക്കിയതാ. അല്ലാതെ ഈഗിൾ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇത് പറയുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്തോണ്ടില്ല ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ആരും പൊക്കിയെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കാര്യം എന്തുവാന്ന് അറിയാതെ ഈഗിളിന്റെ കമന്റ് സെക്ഷനിൽ പിന്നെ വൈഫിന്റെ കമന്റ് സെക്ഷനിൽ എല്ലാം തെറിപിടിയാ. നിനക്കൊക്കെ തന്തയും തള്ള ഇല്ലയോ, അവരെ നീ ഇങ്ങനെയൊക്കെ വിളിക്കുവോ എന്ന് ചോദിക്കാൻ എനിക്കുള്ളൂ. ഒരാൾ നല്ലത് ചെയ്ത് ആരും ഒന്നും പറയാൻ കാണത്തില്ല. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തം അവനും കൊള്ളാത്തവൻ അങ്ങ് അടിച്ചങ്ങ് ആക്ഷേപിക്കുന്നു. എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്താ പരുന്ത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം ഞാൻ എനിക്കതിന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കൂല. അതിന്റെ പ്രൂഫ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നേക്കുന്നത്. മനസ്സിലായോ? ഇതിപ്പോ ആരെ കുറിച്ചാ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിനക്കിനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ആരും എന്തുവാന്ന് പോലും അറിയാതെ കുറെ അവന്മാര് വീഡിയോ ഇട്ടായിരുന്നു. അവന്മാരെ എല്ലാം തപ്പിപ്പിടിച്ച് അവന്മാരെ വീട്ടിൽ വരും ഈഗിൾ. നിന്നോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എങ്ങോട്ടേലും പെട്ടിയും കടക്കെ ഓടി പൊക്കും, അല്ലെങ്കിൽ നീയൊക്കെ പെട്ടുപോകും.